أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا بني إنها إن تك مثقال حبة من خردل فتكن في صخرة أو في السماوات أو في الأرض يأت بها الله إن الله لطيف خبير. സൂറത്തുൽ ലുഖ്മാനിന്റെ 16 മുതൽ 19 കൂടിയ സൂക്തങ്ങളിൽ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു തന്റെ മകനെ ഉപദേശിക്കുന്ന ഉപദേശങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവിശ്വാസിയായിരുന്നു മകനും ഭാര്യയും എന്ന് നേരത്തെ നാം പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഉപദേശങ്ങളിലൂടെയാണ് അവരെ വിശ്വാസത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. മകൻ ഒരിക്കൽ പിതാവായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു. പാപം ചെയ്യരുത് എന്ന് ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു ഉപദേശിച്ചപ്പോൾ അവിശ്വാസിയായിരുന്ന സമയത്ത് പിതാവിനോട് ചോദിച്ചതാണ്, അല്ല, വളരെ രഹസ്യമായി നമ്മൾ പാപം ചെയ്യുകയാണെങ്കിൽ അത് അല്ലാഹു തആല എങ്ങനെ കാണാനാണ് എന്ന്. ആ സമയത്ത് മഹാനവരുകൾ നൽകിയ ഉപദേശമാണ്, യാ ബുനയ്യ, എന്റെ കുഞ്ഞിമോനെ, ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ, കടകുമണിയോളം വലുപ്പമുള്ള ശരിയോ തെറ്റോ ആയ ഒരു കാര്യത്തെ നീ ചെയ്തു. ഫതകും ഫീ സഖറത്തിൻ, നീ ഒരു പാറയുടെ ഉള്ളിലായിരുന്നു. ഔ ഫി സമാവാതി ഔ ഫിൽ അർദി, അല്ലെങ്കിൽ നീ ആകാശത്തോ ഭൂമിയിലോ എവിടെയോ ആയിരുന്നു. എന്നാലും യഅതി ബിഹല്ലാഹ്, അല്ലാഹു അത് കൊണ്ടുവരുന്നതാണ്. ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ, അല്ലാഹു തആല ഗൂഢതന്ത്രജ്ഞനും മഹാജ്ഞാനിയുമാകുന്നു എന്ന് പ്രിയപ്പെട്ടവരെ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു ഉപദേശിക്കുകയാണ്. ഇത് ഇങ്ങനെ ഒരു ഉപദേശം നൽകാൻ ഒരു കാരണമുണ്ട്. ഒരുപാട് നൂറുകണക്കിന് ഉപദേശങ്ങൾ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു തന്റെ മകന് നൽകിയിട്ടുണ്ട്. മകന്റെ അരികിൽ ഒരു പാത്രമുണ്ടായിരുന്നു, അത് നിറയെ കടകുമണിയായിരുന്നു. ഓരോ ഉപദേശങ്ങളും നൽകുമ്പോൾ അതിൽ നിന്ന് ഒരു കടകുമണി എടുത്ത് പുറത്തു വെക്കും. പിന്നെ അടുത്ത ഉപദേശം നൽകുമ്പോൾ ഒരു മണി എടുത്തിട്ട് പിന്നെയും പുറത്തു വെക്കും. അപ്പൊ ആ ഒരു സാഹചര്യത്തെയും കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പറയുന്നത്, കടകുമണിയോളം ഒരാൾ ശരിയോ തെറ്റോ ചെയ്തു, അവൻ പാറക്കുള്ളിലായാലും ഭൂമിയിലായാലും ആകാശത്തായാലും അല്ലാഹു തആല അത് വെളിച്ചത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും. അല്ലാഹു തആല ഗൂഢതന്ത്രജ്ഞനും മഹാജ്ഞാനിയുമാകുന്നു എന്ന് മഹാനവരുകൾ ഉപദേശിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ചെയ്യുന്ന സുഹൃതങ്ങൾ അല്ലാഹു മാത്രമല്ല കാണുന്നത്. സൂറത്തു തൗബയുടെ 105-ാമത്തെ സൂക്തത്തിലൂടെ അല്ലാഹു തആല പറയുന്നു, വഖുൽ അഅ്മലൂ ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു വൽ മുഅ്മിനൂൻ. നബിയെ, തങ്ങൾ സമൂഹത്തോട് ഉപദേശിക്കണം, ജനങ്ങളോട് പറയണം, ഇഅ്മലൂ, നിങ്ങൾ സുഹൃതങ്ങൾ പ്രവർത്തിച്ചു കൊള്ളുക. ഫസയറല്ലാഹു അമലക്കും, നിങ്ങളുടെ സുഹൃതങ്ങൾ അല്ലാഹു കാണുന്നുണ്ട്. വറസൂലുഹു, നബി തങ്ങൾ കാണുന്നുണ്ട്. വൽ മുഅ്മിനൂൻ, അതുപോലെ സത്യവിശ്വാസികളും കാണുന്നുണ്ട് എന്ന് നിങ്ങൾ പറയണം. വിശുദ്ധമായ ഖുർആനിന്റെ സൂറത്തു തൗബയുടെ 105. പിന്നെയും അല്ലാഹു പറയുന്നു, വസതുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശ്ശഹാദ ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ. രഹസ്യവും പരസ്യവും അറിയുന്ന അല്ലാഹുവിലേക്ക് നിങ്ങളെ മടക്കപ്പെടും. ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ, പിന്നെ നിങ്ങൾ ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളെ കുറിച്ചും അല്ലാഹു നിങ്ങൾക്ക് വിവരം നൽകുന്നതാണ്. അപ്പൊ ഒരു മോമിനായ മനുഷ്യൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അല്ലാഹു കാണുന്നുണ്ട്, പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുന്നുണ്ട്, അതുപോലെ വിശ്വാസികളും മുഅ്മിനീങ്ങളും കാണുന്നുണ്ട്. ഇത് നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്?
അല്ലാഹുവും റസൂലും സത്യവിശ്വാസിയും കാണാൻ പറ്റുന്ന പ്രവർത്തനങ്ങളെ ഒരു മുഅ്മിനായ മനുഷ്യൻ ചെയ്യാവൂ എന്നാണ്. അല്ലാഹു തആല കാണുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. അല്ലാഹു തആല പറഞ്ഞില്ലേ, വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. മനുഷ്യനെ സൃഷ്ടിച്ചത് ഞാനാണ്, അതുകൊണ്ട് അവന്റെ ഹൃദയമിടിപ്പ് പോലും ഞാൻ അറിയുന്നുണ്ട്. അവന്റെ ഖണ്ഡനാഡിയേക്കാൾ ഞാൻ അവനോട് അടുത്തു നിൽക്കുന്നു എന്ന് പ്രിയപ്പെട്ടവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറയുകയുണ്ടായി, ഹയാതി ഖൈറുൽ ലക്കും വ മമാതി ഖൈറുൽ ലക്കും. എന്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറായതുപോലെ എന്റെ വഫാത്തും നിങ്ങൾക്ക് ഖൈറാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ബിഅബി അൻത വ ഉമ്മി കൈഫ യകൂനു ഹാദാ. എന്റെ ജീവിതം ഖൈറായതുപോലെ മരണവും നിങ്ങൾക്ക് ഖൈറാണെന്ന് പറഞ്ഞല്ല നബിയെ, എന്താ അതിന്റെ അർത്ഥം ഞങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പോൾ പറഞ്ഞു, ഹയാതി ഖൈറുൽ ലക്കും യൻസിലു അലയ്യൽ വഹ്യു മിനസ് സമാ ഫഉഖ്ബിറുക്കും ബിമാ യഹില്ലു ലക്കും വമാ യഹ്റമു അലൈക്കും. ഞാൻ ഉണ്ടാകുമ്പോൾ മാലാക്കയായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരും. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയതും പറ്റാത്തതുമായ കാര്യങ്ങളെ മാലാക്കയായ ജിബ്രീൽ സന്ദേശം മുഖേന എന്നെ അറിയിക്കുമല്ലോ. അത് നിങ്ങൾക്ക് ഞാൻ നൽകുകയില്ലേ? അത് തന്നെയാണ് ഞാൻ നിങ്ങളോട് എന്റെ ജീവിതം ഖൈറാണെന്ന് പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂലാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് തൗഹീദ് പഠിപ്പിച്ചു തന്നത്. നമുക്ക് ശിർക്ക് എന്താണെന്ന് പഠിപ്പിച്ചു തന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ഞാൻ നിങ്ങളിലേക്ക് വന്നത് ഒരു ഉദാഹരണത്തിലൂടെ പഠിപ്പിച്ചു തരാം. ഒരാള് ഒരു വിളക്ക് കത്തിച്ചു. ആ വിളക്കിന്റെ പ്രകാശം കൊണ്ട് നാനാഭാഗങ്ങളിൽ നിന്ന് പ്രാണികൾ ഇങ്ങനെ ഓടിക്കൂടി അതാ തീയിൽ വന്ന് ചാടുന്നു. അപ്പോൾ ഒരു മനുഷ്യൻ ആ തീയിൽ നിന്ന് പ്രാണികളെ ഇങ്ങനെ അകറ്റുന്നത് പോലെ മനുഷ്യൻ നരകത്തിലേക്ക് കൂക്കുകുത്താൻ പോകുമ്പോൾ ഞാൻ നിങ്ങളുടെ അരക്കെട്ട് പിടിച്ച് പരിശുദ്ധമായ ഇസ്ലാമിന്റെ മതനിയമങ്ങൾ കൊണ്ട് നിങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയവനാണ് ഞാനെന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മൾ എന്തൊരു വലിയ ഭാഗ്യവാന്മാരാണ്. ഈ ലോകം മുഴുക്കയും പഠിച്ച് പരിപാലിക്കുന്ന യജമാനനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ചിന്ത, ഒരു ഹൃദയം അല്ലാഹു തആല നമുക്ക് നൽകി. അൽഹംദുലില്ലാഹ്. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മളിപ്പോൾ ഏറ്റവും വിശിഷ്ടമായ സൽക്കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. നമ്മൾ മുസ്ലിങ്ങളായി, അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തായി, അതോടൊപ്പം പ്രിയപ്പെട്ടവരെ നമ്മളിതാ ഇന്ന് നോമ്പ് അനുഷ്ഠിച്ച് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പള്ളിയിൽ ഇഅ്തികാഫിന്റെ നിയ്യത്തും ചെയ്ത് ഇൽമു പറയുന്ന മജ്ലിസിലിരിക്കാൻ കിട്ടിയ ഭാഗ്യം അത് ചെറിയ ഭാഗ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് നമുക്ക് ഈ വഴി ഒരുക്കി തന്നത്. അത് തന്നെയാണ് ഉമറേ ഞാൻ എന്റെ ജീവിതം ഖൈറാണെന്ന് പറഞ്ഞത്. എന്നാൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വമൗതി ഖൈറുൽ ലക്കും, എന്നാൽ എന്റെ മരണവും നിങ്ങൾക്ക് ഖൈറാണ്. തുഅറദു അലയ്യ അഅമാലുക്കും, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എനിക്ക് വെളിവാക്കപ്പെടുന്നുണ്ട്. ഫമാ കാന മിൻ ഹസനിൻ ഹമിദുല്ലാഹ അലൈഹി, നിങ്ങൾ ചെയ്യുന്നത് സുകൃതങ്ങളാകുമ്പോൾ, സൽക്കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ ഞാൻ അതിന്റെ പേരിൽ അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. വമാ കാന മിൻ ദംബിൻ ഇസ്തൗഹബ്തു ലക്കും ദുനൂബക്കും, എന്റെ ഉമ്മത്തിൽപ്പെട്ട ആരെങ്കിലും പാപം ചെയ്യുന്നത് കാണുമ്പോൾ എനിക്കതൊരു വലിയ വിഷമമാണ്. അത് പുറത്തു കിട്ടാൻ വേണ്ടി ഞാൻ അല്ലാഹുവിനോട് മാപ്പിരക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ പല റിവായത്തുകളിലൂടെയും ഇത് വന്നിട്ടുണ്ട്. ഇമാം ഹൈസമി റളിയല്ലാഹു അൻഹു
തന്റെ മജ്മുഉസ് സവായിദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഈ ഹദീസ് വിശ്വസ്തരായ റാവിമാരിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസാണ് എന്ന് പ്രിയപ്പെട്ടവരെ പ്രഖ്യാപിച്ചത് കാണാം. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, സൂറത്തുൽ ജാസിയയിൽ കാണാം, അം ഹസിബല്ലദീന യജ്തറഹുസ്സയ്യിആതി അൻ നജഅലഹും കല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാതി സവാഅൻ മഹ്യാഹും വമമാതുഹും സാഅ മാ യഹ്കുമൂൻ. അം ഹസിബല്ലദീന യജ്തറഹുസ്സയ്യിആതി, കുറ്റകൃത്യങ്ങൾ ചെയ്ത് ജീവിക്കുന്ന ആളുകൾ വിചാരിക്കുന്നുണ്ടോ, അന്നജഅലഹും അവരെ നമ്മളാക്കുമെന്ന്, കല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്, അല്ലാഹുവിലും റസൂലിലും വിശ്വസിച്ച് സുഹൃതങ്ങൾ ചെയ്ത് ജീവിച്ചു പോയ ആളുകളെ പോലെ തന്നെ കുറ്റകൃത്യങ്ങൾ ചെയ്തു പോയ ആളുകളും ആണ് എന്ന് വിചാരിക്കുന്നുണ്ടോ? സവാഅൻ മഹ്യാഹും വമമാതുഹും, അല്ലാഹുവിൽ വിശ്വസിച്ച് സുഹൃതങ്ങൾ മാത്രം ചെയ്തു പോയ ആളുകളില്ലേ, അവരുടെ ജീവിതവും മരണവും തുല്യമാണ്. അവരെ പോലെയാണ് കുറ്റകൃത്യങ്ങൾ ചെയ്തവരുടെ ജീവിതവും മരണവും എന്ന വിലയിരുത്തലുണ്ടല്ലോ. ആ വിധിയെഴുത്ത് വളരെ മോശമാണെന്ന് പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. അപ്പോൾ മഹാന്മാരായ അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ, ഔലിയാക്കൾ, അമ്പിയാക്കൾ, പ്രിയപ്പെട്ടവരെ ജീവിതകാലത്തുള്ളതുപോലെ തന്നെയുള്ള ബോധം മരണത്തിന് ശേഷവും അവർക്കുണ്ടാകും. അതുകൊണ്ടാണല്ലോ അവരുടെ ഖബർ സിയാറത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇവിടെ എത്ര ആളുകൾ മരണപ്പെട്ടു പോയി. ബന്ധുക്കളെ അല്ലാതെ പ്രിയപ്പെട്ടവരെ നാം പൊതുവായി സിയാറത്ത് ചെയ്യുമ്പോൾ അവരെയൊക്കെ അനുസ്മരിക്കാറുണ്ട്, അല്ലാതെ നമ്മൾ ഖബറിടത്തിൽ പോകാറുണ്ടോ? എന്നാൽ മഹാന്മാരായ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും ഖബറുകളിൽ നമ്മൾ ചെല്ലാറുണ്ട്, അവരെ സിയാറത്ത് ചെയ്യാറുണ്ട്. കാരണം അവര് നമ്മുടെ സങ്കടങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുമെന്ന് നാം വിശ്വസിക്കുന്നു. ഇത് വിശുദ്ധമായ ഖുർആൻ നൽകിയ സന്ദേശമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി എന്നറിഞ്ഞപ്പോൾ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് ഇനി മദീനയിൽ താമസിക്കാൻ കഴിയില്ല. അങ്ങനെ ബിലാൽ നാട് വിട്ട് മദീന വിട്ടുപോയി. കുറെ ദിവസം കഴിഞ്ഞപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണുന്നു. അല്ലാഹുവിന്റെ റസൂൽ ഒരു ചോദ്യം, മാദിൽ ജഫവതു യാ ബിലാൽ, ബിലാലെ എന്നോട് പിണക്കമാണോ? അമാ ആന ലക അൻ തസൂറനി, ഇപ്പൊ എന്നെ കാണാനൊന്നും വരുന്നില്ലല്ലോ. ബിലാലെ നമ്മളോട് പിണങ്ങിയോ? അല്ല, ഇപ്പൊ എന്താ ഇങ്ങോട്ടൊന്നും കാണുന്നില്ല? മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളില്ലാതെ താമസിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് മദീന വിട്ടുപോയ ബിലാൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ സ്വപ്നം കാണുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബിലാൽ റളിയല്ലാഹു അൻഹു തിരിച്ചു വരുന്നു. മഹാനായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ മഹാനവരുകളെ ചുംബിക്കുന്നു. അവരോട് പറയാണ്, ബിലാലെ നസ്തഹി അൻ നസ്മഅ അദാനക, റസൂലുള്ളാഹിയുള്ള കാലത്ത് നിങ്ങൾ കൊടുത്ത ബാങ്കില്ലേ, ആ ബാങ്ക് കേൾക്കാൻ ഞങ്ങൾക്ക് വലിയ താല്പര്യമുണ്ട്. അതുകൊണ്ട് ഇന്ന് പള്ളിയിൽ നിങ്ങൾ ബാങ്ക് വിളിക്കുമോ? ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുത്തു. പ്രിയപ്പെട്ടവരെ, മദീന ഇങ്ങനെ പ്രകമ്പനം കൊണ്ടുപോയി. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോ അതാ മണൽത്തരികളെല്ലാം കോരിത്തരിക്കുകയാണ്. അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന വിളി കേട്ടപ്പോൾ വീടിന്റെ ഉള്ളിലുണ്ടായിരുന്ന സഹോദരിമാർ റസൂലുള്ളാഹിന്റെ ജീവിതകാലത്തുള്ള മദീനയെ ഓർത്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ വീടിന്റെ അകത്തളങ്ങളിൽ നിന്ന് പുറത്തേക്ക് വന്നു. നിങ്ങൾ നോക്കൂ, അപ്പോൾ വഫാത്തായി പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ നിയന്ത്രിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മദീനയിലേക്ക് കൊണ്ടുവരുന്നു. ഇതാണ് ഇസ്ലാം നമുക്ക് നൽകുന്ന സന്ദേശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി.
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം കഴിഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തുമ്പോ മഴയില്ലാത്ത അവസ്ഥ, ആർക്കും കുടിക്കാൻ വെള്ളമില്ല. ആ സമയത്ത് അതാ ഒരു സഹാബി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സഹാബി വന്നിട്ട് റസൂലുള്ളാഹിയോട് പറയുന്നു, യാ റസൂലല്ലാഹ് ഇസ്തസ്ഖി ലിഉമ്മതിക ഫഇന്നഹും ഖദ് ഹലഖൂ. നബിയേ, വെള്ളയില്ലാതെ ഞങ്ങൾ വല്ലാതെ വിഷമിച്ചു പോയി, അതുകൊണ്ട് ഞങ്ങൾക്ക് മഴയ്ക്ക് വേണ്ടി ഒന്ന് തേടണേ. നബി തങ്ങൾ വഫാത്തായി കിടക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിൽ വന്നിട്ട് പറയുന്നു, വെള്ളമില്ല, വരൾച്ചയാണ്, വരണ്ടുണങ്ങിയ ഭൂമിയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് മഴ തരണം നബിയേ. ഇത് ദ്വാരന്നിട്ട് അദ്ദേഹം തിരിച്ചു പോയപ്പോ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന്റെ അരികിൽ വരുന്നു. ഫഖീല ലഹു, എന്നിട്ട് പറയാണ്, ഉമറിന്റെ അരികിൽ ചെല്ലണം, ഫഖരിഉഹു സലാം, എന്റെ വകയായി ഒരു സലാം പറയണം, വാസ്ബിറുഹു അന്നകും മസ്ബൂൻ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയണം, വിഷമിക്കണ്ട, മഴ ഉടനെ ലഭിക്കുമെന്ന് പറയണം. മാത്രമല്ല വഖുല്ലഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയണം, ഭരണാധികാരിയാണ്, ഖൈസ അലൈക്കൽ ഖൈസ, ഭരണത്തിന് വലിയ സ്ട്രോങ് വേണ്ട, കടുംപിടുത്തം വേണ്ട, ഒരൽപ്പം മൃദുലതയോടുകൂടെ ഭരണം നടത്താൻ പറയണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഫാത്താ ഉമറ, അദ്ദേഹം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ ചെന്നു. ഫഅഖ്ബറഹു, ഈ വിവരം അറിയിച്ചപ്പോൾ ഫബകാ ഉമർ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി. എന്നിട്ട് പറഞ്ഞു, യാ റബ്ബി ലാ ആലു ഇല്ലാ മാ അജസ്തു അൻഹു, എനിക്ക് കഴിയാത്ത കാര്യങ്ങളിലല്ലാതെ പടച്ചവനെ ഞാനൊരു കുറവും വരുത്തിയിട്ടില്ല. എന്റെ ഭരണത്തിൽ എന്തെങ്കിലും ഒരു കുറവ് വന്നെങ്കിൽ അത് എന്നെ കൊണ്ട് സാധിക്കാത്ത കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ വാക്ക് ഈ വന്ന ദൂതന്റെ വായിൽ നിന്ന് കേട്ടപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ടവരെ കരഞ്ഞുപോയി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിങ്ങൾ സുഹൃതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, അല്ലാഹു തആല കാണുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുന്നുണ്ട്, മാത്രമല്ല മുഅ്മിനീങ്ങളായ ആളുകളും കാണുമെന്ന് പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. എങ്ങനെയാ മുഅ്മിനീങ്ങൾ കാണുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ തന്റെ തഫ്സീറുൽ ഖുർആനിൽ അദീം എന്ന് പറയുന്ന വ്യാഖ്യാന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത് കാണാം. ഇന്ന അഅമാലകും തുഅറദു അലാ അഖ്രിബായികും വഅശായിരികും ഫീ ഖുബൂരിഹിം, നിങ്ങൾ ചെയ്യുന്ന സുഹൃതങ്ങളില്ലേ അത് ഖബറിൽ കിടക്കുന്ന നിങ്ങളുടെ കുടുംബക്കാരായ വിശ്വാസികളായ ആളുകൾക്ക് വെളിപ്പെടുത്തപ്പെടുന്നുണ്ട്. ഫഇൻ കാന ഖൈറൻ ഇസ്തബ്ശറൂ ബിഹി, നിങ്ങൾ ചെയ്യുന്നത് നന്മയാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, മകൻ വന്ന പള്ളിയിൽ നിസ്കരിക്കുന്നു, മാതാവ് ഈ പള്ളിയുടെ ചുറ്റുഭാഗത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്, അല്ലെങ്കിൽ പിതാവുണ്ട്, പ്രിയപ്പെട്ടവരെ ബന്ധപ്പെട്ടവരുണ്ട്, പള്ളിയിൽ വന്ന് ഖുർആൻ ഓതുമ്പോൾ അവർ സന്തോഷിക്കുകയാണ്, നിസ്കരിക്കുമ്പോൾ അവർ സന്തോഷിക്കുകയാണ്, നന്മ ചെയ്യുമ്പോൾ അവർ സന്തോഷിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് പ്രിയപ്പെട്ടവരെ ഇബ്നു കസീർ രേഖപ്പെടുത്തുകയാണ്. വഇൻ കാന ഗൈറ ദാലിക ഖാലൂ, നന്മയല്ലാത്തത് ചെയ്യുന്നത് കാണുമ്പോൾ അവര് പറയുന്നു, അല്ലാഹുമ്മ അൽഹിംഹും അയ്യഅമലൂ ബിതാഅതിക, പടച്ചോനെ എന്റെ മോനാണല്ലോ ആ ചെയ്യുന്നത്, അവന് നീ നല്ല ബുദ്ധി കൊടുക്കും പടച്ചവനെ, സുഹൃതങ്ങൾ ചെയ്യാൻ തോന്നിപ്പിച്ചു കൊടുക്കുവാൻ പടച്ചവന് എന്ന് പറഞ്ഞിട്ട്
പ്രിയപ്പെട്ടവരെ, മരണപ്പെട്ടു പോയ ആളുകളുടെ ബന്ധുക്കൾ ചെയ്യുന്ന തിന്മകൾ കണ്ടിട്ട്, പാപങ്ങൾ കണ്ടിട്ട് ഖബറാളിയായ മനുഷ്യർ പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് പ്രിയപ്പെട്ടവരെ മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു തന്റെ മകനോട് ഉപദേശിക്കുന്നത്. മോനെ, നീ നന്മയോ തിന്മയോ ആയ ഒരു കാര്യം ഒരു പാറയുടെ ഉള്ളിൽ കയറി നിർവഹിച്ചാലും, ആകാശത്ത് വെച്ച് നിർവഹിച്ചാലും, ഇനി ഭൂമിയുടെ ഏതു ഭാഗത്തായാലും അല്ലാഹു അത് കാണും, അല്ലാഹു അത് കൊണ്ടുവരും, അല്ലാഹു അത് അറിയും. പ്രിയപ്പെട്ടവരെ, മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്നെയും ഉപദേശിക്കുന്നു. യാ ബുനയ്യ അഖിമിസ് സ്വലാത വഅ്മുർ ബിൽ മഅറൂഫി വൻഹാ അനിൽ മുൻകരി വസ്ബിർ അലാ മാ അസാബക ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. നിസ്കാരം നിലനിർത്തണം, ഒന്നാമത്തെ ഉപദേശമാണ്. നിസ്കാരം നിലനിർത്തണം, നിസ്കരിക്കണം മോനെ. മാത്രമല്ല വഅ്മുർ ബിൽ മഅറൂഫി, നന്മ കൊണ്ട് കൽപ്പിക്കണം. വൻഹാനിൽ മുൻകരി, നിഷിദ്ധമായ കാര്യങ്ങളെ വിരോധിക്കുകയും വേണം. വസ്ബിർ അലാ മാ അസാബക, നിന്നെ ബാധിക്കുന്ന പരീക്ഷണങ്ങളിൽ അതിന്റെ പേരിൽ നീ ക്ഷമിച്ച് ജീവിക്കണം. ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, ഇക്കാര്യങ്ങളെല്ലാം പ്രതിജ്ഞാബന്ധമാണെന്ന് പ്രിയപ്പെട്ടവരെ മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു പറയുന്നു. നല്ലത് കൊണ്ട് ഉപദേശിക്കുക, തിന്മ കൊണ്ട് വിരോധിക്കുക. പൊതുവായി കാണുന്ന കാര്യങ്ങൾ, അതാണ് മഅറൂഫ് എന്ന് പറയുന്നത്. ഒരു നാട്ടിൽ നല്ലതായി കാണുന്ന കാര്യങ്ങൾ അതെല്ലാം മഅറൂഫിന്റെ പരിധിയിൽപ്പെടുന്നതാണ്. നന്മയേത് തിന്മയേത് എന്ന് വിലയിരുത്തുന്നത് ശർഇന്റെ നിയമങ്ങളോടുകൂടെയാണ്. ചിലപ്പോൾ ഒരു പക്ഷേ വ്യക്തമായി ശർഇന്റെ നിയമങ്ങളില്ലാത്ത പല മേഖലകളിലും ഉണ്ടാകാം. എന്ന് പറഞ്ഞാൽ പൊതുവായ നിയമത്തിന്റെ ഉള്ളിൽപ്പെട്ടത്. ഉദാഹരണത്തിന്, നമ്മുടെ നാടുകളിലെല്ലാം ഇപ്പോൾ നേർച്ചയുടെ ഭാഗമായി നടക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താ? മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ നമ്മളൊരു കോഴിയെ നേർച്ചയാക്കി എങ്കിൽ ആ കോഴിയെ കൊണ്ട് നമ്മൾ ബഗ്ദാദിലേക്ക് വണ്ടി കയറാറുണ്ട് ആരെങ്കിലും? ഇല്ല. പിന്നെയോ, അത് നമ്മുടെ നാട്ടിലെ വീട്ടിൽ വെച്ചിട്ട് ആ കോഴിയെ അറുത്ത് എന്നിട്ട് മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഒരു മൗലീദ് ഓതി അല്ലെങ്കിൽ ഒരു ഖുതുബിയത്ത് നടത്തി നാം അതിന്റെ മാംസം വിതരണം ചെയ്യാറാണ് പതിവ്. അതേസമയം ഒരാളുടെ രോഗം മാറാൻ വേണ്ടി ഒരാൾ ആടിനെ അറുത്തു കൊടുക്കാൻ നേർച്ചയാക്കിയാൽ അതിൽ നിന്ന് ഒരു കഷ്ണം പോലും നമ്മൾ എടുക്കാറില്ല. പിന്നെയോ, അത് മുഴുവനായി പാവപ്പെട്ടവരുടെ അവകാശമായി പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് അത് അറുത്തു കൊടുക്കാറാണ്. അത് ഉദ്ഹിയ്യത്തിന്റെ മസാല പോലെയാണ്. ഉദ്ഹിയ്യത്തിന്റെ മാംസം ഒരാൾ നേർച്ചയാക്കിയാൽ അറുക്കുന്ന ആളുകൾക്ക് അത് ഉപയോഗിക്കാൻ പാടില്ല. അതിന്റെ എല്ലാ ഭാഗങ്ങളും പാവപ്പെട്ടവന്റെ അവകാശമായി മാറി. എന്നാൽ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഒരു കോഴിയോ ആടോ ഒക്കെ നമ്മൾ നേർച്ചയാക്കിയാൽ നമ്മൾ എന്താ ചെയ്യാറുള്ളത്? സാധാരണഗതിയിൽ നമ്മുടെ വീട്ടിൽ തന്നെ അത് അറുത്ത് ഖുതുബിയത്തോ മൗലീദോ ഒക്കെ ഓതിയിട്ട് ആ ഓതിയ ആളുകൾ ഉൾപ്പെടെ ആ വീട്ടുകാരും അത് കഴിക്കാറാണ് പതിവ്. കണ്ടോ, അത് നാടിന്റെ ഒരു ഉർഫായ ഒരു കാര്യമാണ്. ഇങ്ങനെ ഉറപ്പായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും. പൊതുവായ കാര്യങ്ങൾ, നാട്ടിൽ പൊതുവായി അംഗീകരിക്കപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങൾ നോക്കൂ. കളവ് നടത്താൻ പാടില്ല. ഇത് മുസ്ലിങ്ങളുടെ നിയമം മാത്രമാണോ? അല്ല, ഇവിടെയുള്ള എല്ലാ വിഭാഗം ആളുകളും അംഗീകരിക്കുന്നുണ്ട്. ആളുകളെ വഞ്ചിക്കാൻ പാടില്ല, മർദ്ദിക്കാൻ പാടില്ല, അക്രമം ചെയ്യാൻ പാടില്ല, പരദൂഷണം പറയാൻ പാടില്ല, ചീത്ത വിളിക്കാൻ പാടില്ല. ഇത് ഇവിടെ മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള നിയമമല്ല, എല്ലാ വിഭാഗം ആളുകൾക്കുമുള്ള നിയമമാണ്. അല്ലെങ്കിലും പരിശുദ്ധമായ ഇസ്ലാമിന്റെ നിയമം മുസ്ലിങ്ങളുടെ നിയമമല്ല, എല്ലാ വിഭാഗം ആളുകൾക്കും പ്രിയപ്പെട്ടവരെ അംഗീകരിക്കാൻ പറ്റുന്ന നിയമമാണ് ഇസ്ലാമിന്റെ നിയമങ്ങൾ. കാരണം ഈ പ്രപഞ്ചം സംവിധാനിച്ച അല്ലാഹുവിന്റെ നിയമമാണ്
പരിശുദ്ധമായ ഇസ്ലാമിന്റെ നിയമം. അതുകൊണ്ട് അത് മുസ്ലിങ്ങൾ മാത്രം പിന്തുടരേണ്ടതല്ല എന്ന് പറഞ്ഞാൽ ആരൊക്കെയോ അത് പിന്തുടരുന്നു, അവർക്കൊക്കെയും നന്മയുണ്ട്. കാരണം ഈ ലോകത്ത് ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഈ ലോകം പ്രൊഡ്യൂസ് ചെയ്ത പടച്ച തമ്പുരാനല്ലേ പറയേണ്ടത്. നിങ്ങൾക്ക് ഏതൊക്കെ ഭക്ഷിച്ചാൽ നിങ്ങൾക്ക് ആരോഗ്യമുണ്ടാകും, ഇത് സൃഷ്ടിച്ച പടച്ചവനാണ് പറയേണ്ടത്. നിങ്ങൾക്ക് ഏതൊക്കെ ഭക്ഷണം കഴിച്ചാൽ നിങ്ങൾക്ക് ഉപദ്രവമുണ്ടാകും, അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അതിന്റെ സൃഷ്ടിദാതാവായ അല്ലാഹുവാണ് പറയേണ്ടത്. അതുകൊണ്ട് അല്ലാഹു തആല മദ്യം കഴിക്കരുതെന്ന് പറഞ്ഞാൽ അതിനോട് അടുക്കാൻ പാടില്ല, വ്യഭിചരിക്കാൻ പാടില്ലെന്ന് അല്ലാഹു തആല കൽപ്പിച്ചാൽ അത് തെറ്റാണെന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം. കാരണം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച അല്ലാഹുവാണ് ഇതെല്ലാം നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് നാട്ടു നടപ്പിനെ നാം അംഗീകരിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറയുകയുണ്ടായി, എന്താണ്? പരിശുദ്ധമായ കഅബാലയം യഥാർത്ഥത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉണ്ടാക്കിയതുപോലെയുള്ള രീതിയിലല്ല പ്രിയപ്പെട്ടവരെ ഇന്ന് കഅബയുള്ളത്. കഅബയുടെ ഒരു ഭാഗത്ത് കണ്ടില്ലേ, ഹിജ്ർ ഇസ്മായിൽ എന്ന് പറയുന്ന ഒരു ചുറ്റ്, ചെറിയ ഒരു ഇടം, യഥാർത്ഥത്തിൽ അതും കഅബയുടെ ഭാഗമായിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നേരത്തെ പുതുക്കി പണിഞ്ഞ ആ കഅബാലയം പിന്നീട് ശക്തമായ മഴയെ തുടർന്നുകൊണ്ട് പ്രിയപ്പെട്ടവരെ എല്ലാം പൊളിഞ്ഞുപോയി. പിന്നീട് അറബികൾ ആ കഅബ ഉണ്ടാക്കിയപ്പോൾ ഹലാലായ പണം കൊണ്ട് തന്നെ കഅബ ഉണ്ടാക്കണമെന്ന് കരുതി. പക്ഷേ അവരുടെ സ്വത്ത് തികഞ്ഞില്ല. അങ്ങനെയാണ് ഇപ്പോഴുള്ള ആ ഒരു 4 മതിൽക്കെട്ടിൽ അത് ഒതുങ്ങി നിൽക്കുന്നത്. ചില ആളുകൾ തവാഫ് ചെയ്യുമ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതിന്റെ ഉള്ളിലൂടെ പോയാൽ തവാഫ് ശരിയാവുകയില്ല. ഒരാൾ പറഞ്ഞു, തവാഫ് ചെയ്യുമ്പോൾ ഒരു കുറുക്ക് വഴിയുണ്ട്, അതിലൂടെ പോയാൽ വളരെ പെട്ടെന്ന് തവാഫ് തീരും. എന്താ കുറുക്ക് വഴി? ഹിജ്ർ ഇസ്മായിലിന്റെ ഈ വാതിലിൽ കയറുന്നത് അപ്പുറത്ത് ചാടുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് കഅബയുടെ ഭാഗമായതുകൊണ്ട് കഅബയുടെ ഉള്ളിൽ കയറാൻ നമുക്ക് പറ്റുമോ? ഇല്ല. ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന ഒരു അപൂർവ നിമിഷമാണ് കഅബയുടെ ഉള്ളിൽ കയറി നിസ്കരിക്കുക എന്ന് പറയുന്നത്. ഇമാം ശർവാനി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത് കാണാം. ലോകത്ത് ഒരാളും ചെയ്യാത്ത ഒരു സൽക്കർമ്മം ഞാൻ ചെയ്യണം എന്ന് ഒരാൾ നേർച്ചയാക്കിയാൽ അദ്ദേഹത്തിന് 3 കാര്യമാണ് ചെയ്യാനുള്ളത്. ഒന്നിരിക്കൽ ഹജറുൽ അസ്വദ് അദ്ദേഹം മാത്രം ചുംബിക്കുക. അതൊരു ഇബാദത്താണ്. ലോകത്ത് ആ സമയത്ത് അത് പിന്നെ വേറൊരാൾ ചെയ്യുന്നില്ലല്ലോ. ഒന്നിരിക്കൽ അത് ചെയ്യണം, അപ്പോഴേ ആ നേർച്ചക്കടം വീടുള്ളൂ. അല്ലെങ്കിൽ കഅബയുടെ ഉള്ളിൽ കയറി ഒരാൾ മാത്രം നിസ്കരിക്കണം. അല്ലെങ്കിലോ ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും ഒരു ഖലീഫയായി, ഒരു ഇമാമായി രംഗത്ത് വരിക. ഈ 3 അമലല്ലാതെ ലോകത്ത് ഒരാളും ചെയ്യില്ല. ഞാൻ മാത്രം ചെയ്യുന്ന ഒരു ഇബാദത്ത് ഞാൻ ചെയ്യാൻ നേർച്ചയാക്കി എന്നൊരാൾ പറഞ്ഞാൽ ഇത് മാത്രമേ സാധ്യമാവുകയുള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, കഅബയുടെ ഉള്ളിൽ കയറി നിസ്കരിക്കാൻ നമുക്ക് സാധാരണക്കാരായ ആളുകൾക്ക് പറ്റില്ല. അതിന് അല്ലാഹു തആല നമുക്ക് നൽകിയ ഒരു നല്ല എക്സ്ക്യൂസാണ് കഅബയുടെ ഭാഗമായിട്ടുള്ള ഹിജ്ർ ഇസ്മായിൽ. അത് കഅബയുടെ ഭാഗം തന്നെയാണ്. അതുകൊണ്ട് അതിന്റെ ഉള്ളിൽ കയറി നിസ്കരിക്കുന്നതും ദുആ ചെയ്യുന്നതും പ്രിയപ്പെട്ടവരെ ദുആക്ക് വലിയ ഇജാബത്തുള്ള സ്ഥലമാണ്. കാരണം അത് കഅബാലയത്തിന്റെ ഭാഗമാണ്. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന് നാട്ടിൽ മൊത്തമായി കഅബാലയം ഇങ്ങനെയാണെന്ന് അറിയപ്പെട്ടതുകൊണ്ട് ഞാനിപ്പോൾ ഈ കഅബ പൊളിക്കുകയോ പഴയ ശൈലിയിലേക്ക് മാറ്റുകയോ ചെയ്യുന്നില്ല. ജനങ്ങൾ പറയും, എന്ത് മുഹമ്മദ് ഇപ്പൊ കളിച്ച് അവസാനം കഅബയുടെ മേലിലും കളിച്ചു എന്ന് പറയും. അതുകൊണ്ട് ഞാനിപ്പോ കഅബയെ തൊടുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, പൂർണ്ണമായ കഅബ യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ്. അപ്പോ നാട്ടിൽ ഒരു ശൈലിയുണ്ട്. ആ ശൈലിക്ക് ഒരു മാറ്റം വരുമ്പോൾ സ്വാഭാവികമായും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് നല്ലപോലെ പരിഗണിക്കണം. പൊതുജനങ്ങൾ നന്മയായി കാണുന്നതെല്ലാം നന്മയാണ്. ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു പറയുന്നു, പൊതുജനങ്ങൾ തിന്മയായി കാണുന്നതെല്ലാം
തിന്മയാണ്. അതാണ് ഇവിടെ ഉപദേശിക്കുന്നത്. മാത്രമല്ല വലാ തുസഖിർ ഖദ്ദക ലിന്നാസ് വലാ തംശി ഫിൽ അർളി മറഹാ ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. മഹാനവറുകൾ പറയുന്നു, വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ലുഖ്മാനിന്റെ 18ാമത്തെ സൂക്തമാണ് വലാ തുസഖിർ ഖദ്ദക ലിന്നാസ്. ജനങ്ങളിൽ നിന്ന് നിന്റെ മുഖം സംസാരിക്കുന്ന സമയത്ത് തിരിച്ചു കളയരുത്. ഒരാളുമായിട്ട് ഇങ്ങനെ ഡയറക്റ്റ് സംസാരിക്കുകയാണ്, അപ്പോ അതിന്റെ ഇടയിൽ വേറെ വഴിക്ക് പോയാലും മുഖം തിരിഞ്ഞു പോയാലും അത് അദ്ദേഹത്തെ ഇൻസെക്ട് ആക്കിയതല്ലേ. അതുകൊണ്ട് അത് ചെയ്യരുത്. വലാ തംശി ഫിൽ അർളി മർഹാ, ഭൂമിയിൽ ഡംബ് നടിച്ച് നടക്കുകയും ചെയ്യരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. ദുരഭിമാനിയായ പൊങ്ങച്ചത്തിൽ സഞ്ചരിക്കുന്ന ഒരാളെയും അല്ലാഹു തആല ഇഷ്ടപ്പെടുകയില്ലെന്ന് പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ഭാഗങ്ങൾ നാളെ നമുക്ക് വിശദീകരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ.